പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷിന് വിട. ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 70 വയസ്സായിരുന്നു. മലയാളത്തിലുൾപ്പെടെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണമിട്ടിട്ടുണ്ട്. നിരവധി സിനിമകളിൽ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുണ്ട്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ചെന്നൈ പോരൂർ വൈദ്യുതി ശ്മശാനത്തിലാണ് നടക്കുക. SP വെങ്കടേഷ് അവസാനമായി ഈണം നൽകുന്നതിന്റെ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, നമ്മളിപ്പോൾ കണ്ട ദൃശ്യം അവസാന നിമിഷവും വളരെ കർമ്മനിരതനായിരുന്ന ഒരു SPVയെയാണ് നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത്. വളരെ സങ്കടകരമായൊരു വിയോഗ വാർത്ത. സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എത്രത്തോളം വലിയ നഷ്ടമാണ് സംഗീത ലോകത്തിന്, പ്രത്യേകിച്ച് മലയാള സിനിമാ രംഗത്തിന്? ഇതിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കാനിരുന്ന ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഈണമിടുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏകദേശം അവസാന സമയം വരെയും വളരെ സജീവമായി തന്നെ സംഗീത രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങളായി അദ്ദേഹം സിനിമയിലില്ല, അല്ലെങ്കിൽ സിനിമയിൽ സംഗീത സംവിധാനം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളിലായി അദ്ദേഹം ഒരു പാട്ടിൻ്റെ കമ്പോസിങ്ങിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും അതിൻ്റെ കമ്പോസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അതിനായി തയ്യാറെടുക്കുമ്പോഴാണ് 10 മണിയോടുകൂടി അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അന്ത്യം ഉണ്ടായത്. അതായത് ഡോക്ടറെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഡോക്ടർ ഇവിടേക്ക് വരികയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. 10 മണിയോടുകൂടിയാണ്. സംസ്കാരം നാളെ 1:30 പോരൂരിലെ വൈദ്യുതി ശ്മശാനത്തിലാണ് നടക്കുക. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെല്ലാം അങ്ങനെ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വീട്ടിലേക്ക് അലപ്പാക്കത്തെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ 4 പതിറ്റാണ്ടിൻ്റെ ഒരു സംഗീത സപര്യ അതാണ് നിലവിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അത് ആകസ്മികമായ ഒരു മരണമായിരുന്നു. മറ്റസുഖങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു ഹൃദയാഘാതം സംഭവിക്കുന്നു. രാവിലെ തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. 40 വർഷത്തോളം നീണ്ട ഒരു സിനിമാ ജീവിതം. ആ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഈണമിട്ട ഗാനങ്ങൾ, പ്രത്യേകിച്ചും 80കളിലും 90കളിലുമൊക്കെ അദ്ദേഹം ഈണമിട്ട ഗാനങ്ങളെന്ന് പറയുന്നത് ഒരു മലയാളിക്കും ഒരു കാലത്തും മറക്കാൻ സാധിക്കാത്ത എല്ലാവരുടെയും ഫേവറിറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. കൗരവരാണെങ്കിലും മിന്നാരമാണെങ്കിലും അങ്ങനെ നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഗാനങ്ങളാണ് മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചത്. ഈ 40 വർഷത്തിനിടയിൽ അദ്ദേഹം 150ഓളം ചിത്രങ്ങൾക്കാണ് ഈണമിട്ടത്. അത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ബംഗാളിയിലും അതുപോലെ തന്നെ ഹിന്ദിയിലും അങ്ങനെ 5 ഭാഷകളിൽ അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹം ഈ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു പാട്ടിൻ്റെ കമ്പോസിങ് നടക്കുന്ന ഒരു സമയമാണ്. നേരത്തെ പല പ്രമുഖ സംഗീതജ്ഞരും അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പറഞ്ഞിട്ട് ഇത്ര കഠിനാധ്വാനിയായിട്ടുള്ള ഒരു സംഗീത സംവിധായകനെ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനെ കാണാൻ കഴിയില്ല എന്ന്. അത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അന്ത്യനിമിഷങ്ങളിൽ പോലും അദ്ദേഹം ഈ പറഞ്ഞൊരു പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ നഷ്ടം തന്നെയാണ് മലയാള സംഗീത ശാഖയ്ക്ക്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതം. നമുക്കറിയാം, രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന ഒറ്റ സിനിമയിലെ പശ്ചാത്തല സംഗീതം അതാണ് അദ്ദേഹത്തെ വലിയ തോതിൽ അദ്ദേഹത്തെ ഒരു ഹിറ്റ് മേക്കർ എന്ന രീതിയിലൊക്കെ മാറ്റി. അതിനുശേഷം തമ്പികണ്ണന്ദനമായും ഡെലി ജോസഫുമായും ഒക്കെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 40 വർഷം നീണ്ട ഒരു കരിയർ അതിപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹം നൽകിയ നിരവധി നല്ല ഗാനങ്ങൾ, രീതിയിൽ അദ്ദേഹം ബാക്കി വെച്ച ഹിറ്റ് ഗാനങ്ങളുടെ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംഗീത പ്രേമികൾ യാത്ര നൽകുന്നത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.